ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ റോസ്റ്റാണ്. ഉരുളക്കിഴങ്ങിട്ടിട്ട് വരട്ടിയെടുക്കണ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോളം ചിക്കൻ ആണ് മേടിച്ചത്. അത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അരമണിക്കൂർ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ പച്ചമുളകും നമുക്ക് കറിക്ക് ആവശ്യമായി എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളിയും പിന്നെ കറിക്ക് ആവശ്യമായ കിഴങ്ങും നമ്മൾ നന്നാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തക്കാളി റെഡിയാക്കിയെടുക്കുകയാണ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നാക്കി തൊണ്ട് കളഞ്ഞ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് മാറ്റി കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൂക്കണം സവോളയും നമ്മുടെ ഇതിനൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് അതൊക്കെ മൂത്ത് വരുന്ന അതിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് തക്കാളി നമ്മൾ ആഡ് ചെയ്ത് തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്ന അതിലേക്ക് നമ്മുടെ പൊടിയിൽ ചേർക്കാണ്. അതിൽ ലേശം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകവും അതിനകത്ത് ചേർക്കണം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പെരിഞ്ജീരകം വളരെ നല്ലതാണ്. പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് മസാല നന്നായിട്ട് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്താൽ മാത്രം നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കിഴങ്ങും ആവശ്യമായ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരിഞ്ഞു വെച്ച ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. മസാല പുരട്ടിയ ചിക്കനാണ്. മസാല പുരട്ടിയ ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നന്നായിട്ട് ഇളക്കി കുറച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ട് ആവിയിലാണ് പിന്നെ വേവിക്കണം. വെള്ളം ഒരു തുള്ളി പോലും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ.
ശരിക്കും ആ ചിക്കൻ തന്നെ വെള്ളം അറക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ടോട്ടൽ ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചാൽ മതിയാവും. അരമണിക്കൂർ കൊണ്ട് വെള്ളം വാർന്ന് വെള്ളം വറ്റി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം ചിക്കൻ മുകളിലൊക്കെ രണ്ടും സെയിം വേവാണ്. അപ്പോൾ രണ്ടും ഈസി ആയിട്ട് വെന്ത് കിട്ടണ ഐറ്റംസാണ്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് വേവും. അത് രണ്ടും ഒരുമിച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.